രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സത്യപ്രതിജ്ഞ. അപ്പോൾ രണ്ട് MLA-മാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായിരിക്കുന്നു. ചേലക്കരയുടെ MLA ആകുന്നു UR പ്രദീപ്. അപ്പോൾ ഇനി മുതൽ UR പ്രദീപ് നിയുക്ത MLA അല്ല, UR പ്രദീപ് MLA. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൻ്റെ MLA. UR പ്രദീപ് സത്യപ്രതിജ്ഞ ചെയ്തത് സഗൗരവ പ്രതിജ്ഞയാണ് എടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ. എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞത്, തുടർച്ച പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മനാവട്ടെ, ഉമാ തോമസ് ആവട്ടെ, അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്തത് നിയമസഭയ്ക്കകത്തും ഒക്കെയാണ്. അതുകൊണ്ട് ഇത്രത്തോളം വലിയ പ്രവർത്തക നേതാക്കളുടെ പങ്കാളിത്തം എന്തായാലും ആ സത്യപ്രതിജ്ഞകൾക്ക് ഉണ്ടായിരുന്നില്ല. ഇതങ്ങനെയല്ല. ശങ്കരനാരായണൻ തമ്പി മുംബൈസ് ലോഞ്ചിലാണ് ആ സത്യപ്രതിജ്ഞ ചടങ്ങ്. കൂടുതൽ നേതാക്കൾ, പ്രധാനപ്പെട്ട അവരുടെ പ്രവർത്തകർ, അവരുടെ വേണ്ടപ്പെട്ടവരൊക്കെയും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ സാക്ഷികളാണ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ്. അത് ഉറപ്പായും ഒരു പ്രിവിലേജ് എന്ന് തന്നെ പറയണം. കുറേ കൂടി ആളുകൾ, ഈ പറഞ്ഞ കുറേ കൂടി ആളുകൾക്ക് ആ ചടങ്ങ് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്.